PC വിഷ്ണുനാഥ് MLA കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണോദ്ഘാടനം കോൺഗ്രസ് പാർട്ടി പരിപാടിയാക്കി ഹൈജാക്ക് ചെയ്തതായി ആക്ഷേപം. വിവാദമായപ്പോൾ കല്ലിടൽ നാടകം മാറ്റിവെച്ചതായി അറിയിച്ചു. അതേസമയം ആഭ്യന്തര വകുപ്പ് അറിയാതെ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതിനും ജനങ്ങളെ നോട്ടീസ് അടിപ്പിച്ച തെറ്റിദ്ധരിപ്പിച്ചതിനും കൊല്ലം കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തു. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനത്തെക്കുറിച്ച് സ്ഥലത്തെ പൊതുപ്രവർത്തകർ അറിയുന്നത് PC വിഷ്ണുനാഥ് MLA പുറത്തിറക്കിയ നോട്ടീസിലൂടെ. ഒരു സുപ്രഭാതത്തിൽ സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥിന്റെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് കാരണം പറഞ്ഞ് MLA ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെ പ്രോട്ടോകോൾ പാലിക്കാതെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യിലെടുത്ത് സ്വയം ഉദ്ഘാടകന്റെ വേഷമണിയിക്കുകയായിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇടപെട്ട് പ്രോട്ടോകോൾ ലംഘനത്തിനും നോട്ടീസ് അടിച്ച് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനും കേസെടുത്തു. സംഭവം നാണക്കേടായതോടെ തെറ്റുതിരുത്താത്ത PC വിഷ്ണുനാഥ് MLA വീണ്ടും ന്യായീകരണവുമായി രംഗത്ത്. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ ദീർഘകാലമായി വാടക കെട്ടിടത്തിലാണ്. ജനങ്ങൾ ദുരിതത്തിലാണ്, പോലീസുകാരും ദുരിതത്തിലാണ്. MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ച് കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കല്ലിടാൻ ഇന്ന് തീരുമാനിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നോട്ടീസ് പ്രിപ്പയർ ചെയ്തു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. ആ ഡ്രാഫ്റ്റിൽ അവർ ചില ഭേദഗതികൾ പറഞ്ഞു. ആ ഭേദഗതികൾ വരുത്തി ഫൈനൽ നോട്ടീസ് അവർക്ക് കൊടുത്തു. കമ്മീഷണർക്ക് നേരിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് നോട്ടീസ് എത്തിച്ചു. ഇന്ന് രാവിലെ എത്താമെന്നും പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ 5 വർഷം MLA ആയിരുന്ന വിശ്വനാഥ് ആരുമറിയാതെ തറക്കല്ലിടാൻ വന്നത് രാഷ്ട്രീയ കളിയല്ലാതെ മറ്റെന്തെന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ പറഞ്ഞു. ആ പോലീസ് സ്റ്റേഷന്റെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, അല്ലെങ്കിൽ MLA ആയി മാറിയിട്ട് എത്ര വർഷങ്ങളായി? ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിലാണോ ഇതിനെ സംബന്ധിച്ച് ബോധ്യമായത്? സമീപ ദിവസങ്ങളിൽ MLAയുടെ സാന്നിധ്യമില്ലായ്മയൊക്കെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ ചില വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി പാതിരാത്രി സന്ദർഭത്തില് ഒരു കഥ മെനഞ്ഞെടുത്ത് അതിൽ CPM-നെ കടന്നാക്രമിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ ആക്ഷേപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. കഴിഞ്ഞ 5 വർഷം കുണ്ടറയിൽ ഇല്ലാതിരുന്ന PC വിഷ്ണുനാഥ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കശുവണ്ടി തൊഴിലാളികളെ കാണാനും പോലീസ് സ്റ്റേഷന് കല്ലിടാനും ഇറങ്ങിയെന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു തുടങ്ങി. ഒപ്പം പരിഹാസവും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.